Dear students, ഈ ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെക്കിൻ്റെ ഡേറ്റിങ്ങിനെ സംബന്ധിച്ചാണ്. ഒരു ചെക്കിൽ എഴുതുന്ന ഡേറ്റ്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അപ്രകാരം എഴുതപ്പെടുന്ന കുറിക്കപ്പെടുന്ന ഡേറ്റുകളുടെ അടിസ്ഥാനത്തിൽ അല്ലേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെക്സിൻ്റെ ഡേറ്റ് ആയിട്ട് നമുക്ക് തന്നെ പറയാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്നും എന്നാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. സോ റൈറ്റിംഗ് ദി ഡേറ്റ് ഓൺ ദ ഫേസ് ഓഫ് ദി ചെക്ക് ഈസ് നോൺ ആസ് ഡേറ്റിംഗ് ഓഫ് ദി ചെക്ക്. ചെക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ റൈറ്റ് ഹാൻഡ് സൈഡായിട്ട് എന്തുണ്ടാവും, എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള കോളം ഉണ്ടാവും നോർമലി. ക്ലിയർ? അപ്പോൾ അവിടെ ഡേറ്റ് എഴുതുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡേറ്റിംഗ് ഓഫ് ദി ചെക്ക്. സോ എ ചെക്ക് must have a date on its face. Clear? So generally the drawer of a check writes the date before it is issued. സാധാരണയിൽ ആരാണോ ചെക്കിലെ ഡേറ്റ് എഴുതുക, ആരാണോ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ, ഡ്രോയർ അല്ലേ. ആ ഡ്രോയർ തന്നെയായിരിക്കും ചെക്കിൽ ഡേറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡേറ്റ് രേഖപ്പെടുത്തുന്നത്. ക്ലിയർ? ഇനി അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ ഡ്രോയർ അല്ലെങ്കിൽ കസ്റ്റമർ, നമ്മുടെ ബാങ്കിലെ കസ്റ്റമർ ചെക്ക് കൊടുക്കുന്ന സമയത്ത് അത് എഴുതിയിട്ടില്ല എങ്കിൽ, ഇഫ് ഹി ഡസ് നോട്ട് സോ ദ ചെക്ക് വിൽ നോട്ട് become invalid. അത് എന്ത് ചെയ്യാൻ പറ്റും? സോ ദ പേയി ഓർ ദ സബ്സിക്വൻറ്റ് ഹോൾഡേഴ്സ് ക്യാൻ ഫിൽ ദ ഡേറ്റ്. ആരാണോ അത് കിട്ടുന്നത് അവർക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് എഴുതി അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ ബട്ട് ഇഫ് an undated check is presented for the payment, the bank must refuse this payment. പക്ഷേ ബാങ്കിൽ എത്തുന്ന സമയത്ത് അതിൽ ഡേറ്റ് ഇല്ല എങ്കിൽ അല്ലേ, അൺഡേറ്റഡ് ആയിട്ടുള്ള ഒരു ചെക്കാണ് ബാങ്കിൽ പോകുന്നതെങ്കിൽ നോർമലി ബാങ്ക് എന്ത് ചെയ്യും? സോ ദേ വിൽ റിജക്റ്റ് ദ ചെക്ക്. ക്ലിയർ? അപ്പോൾ അത് പേയ്മെൻറ്റ് കൊടുക്കാറില്ല. So the date should be complete in all respects. Clear? So that means it must include the day, month and the year. അല്ലേ, നോർമലി DD, MM, YY ആ രീതിയിലാണ് YYY. ക്ലിയർ? സോ 2 ഡിജിറ്റ് ഡേറ്റിനും 2 ഡിജിറ്റ് മന്തിനും 4 ഡിജിറ്റ് ഇയറിനും, അങ്ങനെയായിരിക്കും എൻ്റെ ഫോർമാറ്റ് വരിക. ക്ലിയർ? അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എഴുതണം. So usually the drawer writes the actual date, which is the date or which is the check is originally issued. Clear? സാധാരണ ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റ് ആയിരിക്കും അതിൽ ഒറിജിനൽ ഡേറ്റ് ആയിട്ട് സാധാരണ ഡ്രോയർ കൊടുക്കുക. സോ if the practice is followed for dating the check are discussed below. അപ്പോൾ സാധാരണ ഡേറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള കുറച്ച് പ്രാക്ടീസാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ആൻറ്റി ഡേറ്റഡ് ചെക്കാണ്. എന്താണ് ഈ ആൻറ്റി ഡേറ്റഡ്? ANTE. ക്ലിയർ? ബിഫോർ എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ? സോ ആൻറ്റി ഡേറ്റഡ് ചെക്ക് മീൻസ് ബിഫോർ ഡേറ്റഡ് ചെക്ക് എന്നൊക്കെ പറയാം. ക്ലിയർ? ഓക്കെ. സോ എ ചെക്ക് വിച്ച് ബിയേഴ്സ് ദ ഡേറ്റ് ഏർലിയർ ടു ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഈസ് നോൺ ആസ് ആൻറ്റി ഡേറ്റഡ് ചെക്ക്. ക്ലിയർ? ഒരു ദിവസത്തിന് തൊട്ട് മുമ്പുള്ള അല്ലേ ഒരു ഡേറ്റ് ഇട്ടിട്ടാണ് ഒരു ചെക്ക് വരുന്നതെങ്കിൽ അതിനെന്ത് പറയും നമ്മൾ? ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നു. ക്ലിയർ? സോ ഫോർ എക്സാമ്പിൾ, the check is issued on 7th August 2012. ക്ലിയർ? ഒരു ഡേറ്റ് എക്സാമ്പിളിന് വേണ്ടി എടുത്തൊരു ഡേറ്റ് ആണ്. ഓക്കെ, 7/8/2012. ക്ലിയർ? മേ ബിയർ ദ ഡേറ്റ് ആസ് 2nd August 2012. ക്ലിയർ? അപ്പോൾ 7th Augustന് റൈറ്റ് ചെയ്തുള്ള ചെക്കിൽ അല്ലേ, അതിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2nd August ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരുന്നു? 5 ദിവസം മുമ്പുള്ള ഒരു ഡേറ്റ് ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? സോ സച്ച് ചെക്ക് ഈസ് വാലിഡ്. ഇങ്ങനെയുള്ളൊരു ചെക്ക് എന്താണ്? ആൻറ്റി ഡേറ്റഡ് ആയിട്ടുള്ള ചെക്ക് എന്താ? വാലിഡ് ആണ്. ക്ലിയർ? കാരണം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ചിട്ട് ഒരു ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത്, കാലാവധി എന്ന് പറയുന്നത് 3 months ആണ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ 3 months വരെയുള്ളൊരു ഡേറ്റ് ഏത് വരെ ആണെങ്കിലും ബാങ്കിന് ചെക്ക് ഹോണർ ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു വാലിഡ് ചെക്കായിട്ട് പറയാം. അപ്പോൾ ഇവിടെ 7th August പറഞ്ഞിട്ട് ഇവിടെ 2nd August ആയിട്ട് മതി. 5 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ക്യാൻ ബി ഹോണേർഡ് ബൈ ദ ബാങ്ക്. സോ ഇറ്റ് ഈസ് എ വാലിഡ്. ദ ബാങ്കർ ഷാൽ ഹാവ് നോ ഒബ്ജെക്ഷൻ ഇൻ മേക്കിംഗ് ദ പേയ്മെൻറ്റ് ഓഫ് സച്ച് ചെക്ക്. നോർമലി ചെക്ക് ഇഷ്യൂ ചെയ്ത ഡേറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നില്ല, മാറണമെന്നില്ല അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യാം, സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡേറ്റിലായിരിക്കും ചിലപ്പോൾ ചെക്കുകളൊക്കെ മാറുക. ക്ലിയർ? അതുകൊണ്ടാണ് ഈ 3 months എന്നുള്ളൊരു പീരീഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 മാസത്തിനുള്ളിൽ അത് എൻക്യാഷ് ചെയ്തിരിക്കണം. അതർവൈസ് ഇറ്റ് വിൽ ബിക്കം ഇൻവാലിഡ് ചെക്ക്. ഓക്കെ, അപ്പോൾ അതുവരെയുള്ള പീരീഡ്
ആൻറ്റി ഡേറ്റഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ബിഫോർ ഡേറ്റഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ക്ലിയർ, വാലിഡ് തന്നെയാണ്. പക്ഷെ നോർമലി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് ഏർലിയർ പീരീഡിലുള്ള ഒരു ഡേറ്റ് കാണിക്കുക, ക്ലിയർ. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് ആണ്, ഇന്ന് സേ ഫോർ എക്സാമ്പിൾ ടുഡേ ഈസ് 23rd ഡിസംബർ ആണെന്ന് വിചാരിക്കുക, ക്ലിയർ. നമ്മൾ ഡിസംബർ 1-ാം തീയതി വയ്ക്കുന്നു, അല്ലെങ്കിൽ നവംബർ മാസം 1-ാം തീയതി വയ്ക്കുന്നു. അങ്ങനെ ഒരു ചെക്ക് എഴുതുമ്പോൾ അത് ആൻറ്റി ഡേറ്റഡ് ചെക്കാണ്, ക്ലിയർ. സ്റ്റിൽ അത് വാലിഡ് ആണ്, കാരണം 3 മാസം വരെയുള്ള പീരീഡ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ആൻറ്റി ഡേറ്റ് ആണ് വെക്കുന്നതെങ്കിൽ ഇൻവാലിഡ് ആയിട്ട് മാറും. സോ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് വേറൊരു ടൈപ്പാണ്, ക്ലിയർ. ഇത് നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. പോസ്റ്റ് ചിലപ്പോൾ ചെക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ കറണ്ട് ഡേറ്റ് ആയിട്ട് ചെക്ക് എഴുതുന്ന ദിവസത്തെ ഡേറ്റ് വയ്ക്കുന്നതിന് പകരം നാളത്തെയോ മറ്റന്നാളത്തെയോ അല്ലേ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് വയ്ക്കുന്നു. ഇങ്ങനെ വയ്ക്കുമ്പോൾ അതിനെന്ന് പറയുന്നു പോസ്റ്റ്, ക്ലിയർ. ആഫ്റ്റർ ഡേറ്റിന് ശേഷമുള്ള, ആക്ച്വൽ ഡേറ്റിന് ശേഷമുള്ള, എഴുതുന്ന ഡേറ്റിന് ശേഷമുള്ള, റൈറ്റിംഗ് ഡേറ്റിന് ശേഷമുള്ള ഒരു ഡേറ്റ് വയ്ക്കുക. ഓക്കെ, ദാറ്റ് ഈസ് പോസ്റ്റ് ഡേറ്റഡ്. എ ചെക്ക് ബിയേഴ്സ് ദ ഡേറ്റ് വിച്ച് ഈസ് യെറ്റ് ടു കം, ഇറ്റ് ഈസ് കോൾഡ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, ക്ലിയർ. വരാൻ പോകുന്നൊരു തീയതി വെച്ചിട്ട് കൊടുക്കുന്നതാണ്, ക്ലിയർ. ഫോർ എക്സാമ്പിൾ ടുഡേ ഈസ് 23rd ഡിസംബർ, we are writing on the date column, clear, that is 1st January 2021 അല്ലേ. അപ്പോൾ 1/1/2021 എന്ന് പറയുമ്പോൾ എന്താ, അത് പോസ്റ്റ് ഡേറ്റഡ് ആണ്. ഇന്ന് 23/12 ആയിട്ടുള്ളൂ, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, അഡ്വാൻസ് ആയിട്ട് പിന്നീട് വരാൻ പോകുന്ന ഒരു ഡേറ്റ് ഇട്ട് വയ്ക്കുന്നു. അങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഈ ചെക്കിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? സോ an example ഇവിടെ കൊടുത്തിട്ടുണ്ട്. So the check is drawn on 2nd August 2012 and it bears the date of 7th August, ക്ലിയർ. 2-ാം തീയതി എഴുതിയിട്ടുള്ള ചെക്ക് 7-ാം തീയതിത്തെ ഡേറ്റ് ആണ് വെച്ചിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ അതെന്താണ്, പോസ്റ്റ് ഡേറ്റഡ് ആണ്. സോ സച്ച് ചെക്ക് ഇസ് നോട്ട് ഇൻവാലിഡ്. ഈ ചെക്ക് എന്തല്ല, ഇൻവാലിഡ് അല്ല, ബട്ട് ബാങ്കർക്ക് എപ്പോഴേ പൈസ കൊടുക്കാൻ പറ്റൂ, ഇന്ന് പൈസ കൊടുക്കാൻ പറ്റില്ല, ക്ലിയർ. ഏത് ദിവസമാണോ അതിൻ്റെ ഡേറ്റ് വരുന്നത് ആ സമയത്ത് എന്ത് ചെയ്യുള്ളൂ, ചെക്കിനെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഹൗവർ ദ ബാങ്കർ ഷുഡ് not make payment of a post-dated check before its date, clear, mentioned in the check arrives. അപ്പോൾ 7-ാം തീയതിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ 7-ാം തീയതി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് 23/12 ഡിസംബർ 23 ആയിരുന്ന ഒരു ചെക്ക്, അതിലുള്ള കാണിച്ചിരിക്കുന്ന ഡേറ്റ് 1st ജനുവരി ആണെങ്കിൽ 1st ജനുവരി ആവുന്നത് വരെ ചെക്കിൽ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. 1st ജനുവരി കഴിഞ്ഞ ശേഷം മാത്രമേ പേയ്മെൻറ്റിന് എലിജിബിലിറ്റി വരുള്ളൂ. So that is related to post-dated check. So next is a stale check, STALE, stale check, clear. So what is a stale check? A check which is not presented for payment within the reasonable period of time is called as a stale check, അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു ചെക്കിനും ഒരു വാലിഡിറ്റി പീരീഡ് ഉണ്ട് അല്ലേ. അത് കഴിയുന്നത് വരെയും ഒരു ചെക്ക് പ്രസൻറ്റേഷന് കൊടുത്തില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെക്ക് എന്താ, അതിൻ്റെ എക്സ്പയറി ഡേറ്റും കഴിഞ്ഞിട്ടുള്ള ചെക്കാണ്. അപ്പോൾ അതെന്തായിട്ട് മാറുന്നു, അങ്ങനെയുള്ള ചെക്ക് ഇൻവാലിഡ് ആണ്. അപ്പോൾ അത് സ്റ്റെയിൽ ചെക്ക് എന്നാണ് പറയുക, STALE. സോ ഇൻ ഇന്ത്യ ചെക്ക് ഈസ് ടു ബി ട്രീറ്റഡ് ആസ് സ്റ്റെയിൽ ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് ദി ഇഷ്യൂ ഓഫ് ദി ചെക്ക്. ചെക്കിലുള്ള ഡേറ്റിന് ശേഷം 3 മാസം കഴിയുമ്പോൾ എന്തായിട്ട് മാറും, ഇൻവാലിഡ് ആയിട്ട്, സ്റ്റെയിൽ ആയിട്ട് മാറും ഇന്ത്യയിലുള്ള നിയമം അനുസരിച്ച്, ക്ലിയർ. സോ സച്ച് ചെക്സ് ആർ ഡിസോണേർഡ് ബൈ ദ ബാങ്ക്. ഇങ്ങനെ ഒരു ചെക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ബാങ്ക് പൈസ കൊടുക്കില്ല, അതിന് തിരിച്ചയക്കുകയായിരിക്കും ചെയ്യുക, ക്ലിയർ. അപ്പോൾ ഇങ്ങനെ കാലാവധി കഴിഞ്ഞിട്ടുള്ള ചെക്കുകളെയാണ് സ്റ്റെയിൽ ചെക്ക് എന്ന് പറയുക. ഓക്കെ, എന്താണ് കാലാവധിയോടെ കൊണ്ട് മീൻസ് എന്ന്, ചെക്ക് ഇഷ്യൂ അല്ലെങ്കിൽ ചെക്കിൽ കാണിക്കുന്ന ഡേറ്റ് തൊട്ട് 3 മാസം വരെയുള്ള പീരീഡ് അല്ലേ, അതും കഴിഞ്ഞിട്ടുള്ള ചെക്കാണെങ്കിൽ സ്റ്റെയിൽ ചെക്കാണ്. ഓക്കെ, 3 മാസം വരെയുള്ള പീരീഡിലുള്ള ഏത് ഡേറ്റിലും അതെന്ത് ചെയ്യാൻ പറ്റും, ബാങ്കിൽ നിന്നും മാറാൻ പറ്റും, ക്ലിയർ. അതിന് നമുക്ക് എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് ഈസ് മ്യൂട്ടിലേറ്റഡ് ചെക്ക്, MUTILITATED, ക്ലിയർ. മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്താ, ഇഫ് എ ചെക്ക് ഈസ് torn into 2 pieces, 2 or more pieces, it is called a mutilated check, അല്ലേ. ഒരു ചെക്ക് കീറിപ്പോവുക അല്ലേ, പൊടിഞ്ഞു പോയി അല്ലെങ്കിൽ കീറിപ്പോയി, 2 അതിലധികമോ പീസസ് ഒക്കെ ആയിട്ട് കീറിപ്പോകുന്ന സമയത്തിന് മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്നാണ് പറയുക. സോ ജനറലി സച്ച് ചെക്സ് ആർ നോട്ട് ഹോണേർഡ് ബൈ ദ ബാങ്ക് അൺലെസ് ഇറ്റ് ഈസ് കൺഫേംഡ് ബൈ ദി ഡ്രോയർ, ക്ലിയർ. അപ്പോൾ ഡ്രോയർ തന്നെ അത് കൺഫേം ചെയ്യുകയാണെങ്കിൽ ബാങ്ക് പേയ്മെൻറ്റ് ചെയ്യും, ക്ലിയർ. അതർവൈസ് സച്ച് ചെക്ക്, മ്യൂട്ടിലേറ്റഡ് ചെക്ക് വിൽ നോട്ട് ബി പെയ്ഡ് ബൈ ദി ബാങ്കർ, ക്ലിയർ. ഓക്കെ,
ഇതൊക്കെയാണ് ചെക്കിന് വരുന്ന ഡേറ്റിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ദെൻ ഹോൾഡർ ഓഫ് എ ചെക്കും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, അതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. എന്താണ് ഹോൾഡർ ഓഫ് എ ചെക്ക്? ഒരു ചെക്കിൻ്റെ ഹോൾഡർ അല്ലേ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിലുള്ള ഒരു ഹോൾഡറെ സംബന്ധിച്ച് സെക്ഷൻ 8 പറയുന്നുണ്ട്. ക്ലിയർ? സോ സെക്ഷൻ 8 ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഡിഫൈൻസ് എ ഹോൾഡർ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ക്ലിയർ? ആരാണ് ഒരു ഹോൾഡർ എന്ന് പറയുന്നത്? എനി പേഴ്സൺ ഹു ഈസ് എൻടൈറ്റിൽഡ് in his own name to the possession thereof and to receive or recover the amount due therein from the parties thereto. Clear? അപ്പോൾ ഒരു ഹോൾഡറെ സംബന്ധിച്ച് ഡെഫിനിഷനാണ് സെക്ഷൻ 8 പറയുന്നത്. എനി പേഴ്സൺ ഹു ഈസ് എൻടൈറ്റിൽഡ് ഇൻ ഹിസ് ഓൺ നെയിം ടു ദ പൊസഷൻ thereof, ഏതെങ്കിലും ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ലേ അയാളുടെ പേരിൽ, ക്ലിയർ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിലുള്ള ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് പൊസസ് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ നിന്നുള്ള എമൗണ്ട് റിസീവ് ചെയ്യാനും അല്ലെങ്കിൽ റിക്കവർ ചെയ്യാനും ഒക്കെ റൈറ്റുള്ള വ്യക്തികളെ എന്ത് പറയാം? ഹോൾഡർ എന്ന് പറയാം. അപ്പോൾ ഏതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിലും പൈസ കൊടുക്കാനുള്ളതായിട്ട് ആരുടെ പേരാണോ എഴുതിയിരിക്കുന്നത് അല്ലേ, അത്തരത്തിലുള്ളൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് കൈവശം വെച്ചിരിക്കുന്ന ആ വ്യക്തിയെ നമുക്കെന്ത് പറയാം? ഹോൾഡർ എന്ന് പറയാം. So a person become a holder of a negotiable instrument if he satisfy the following. താഴെ പറയുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളൊരു ഹോൾഡറായിട്ട് പറയാം. എന്തൊക്കെയാണ് ഒരു ഹോൾഡർ ആവാനുള്ള കണ്ടീഷൻ? നമ്പർ 1, so to be a holder one need not possess an instrument, clear, but should be entitled to possess the instrument in his own name. ഇപ്പോൾ ഹോൾഡർ ആവുന്നതിന് വേണ്ടി അയാളുടെ കൈവശം, ക്ലിയർ, പൊസഷൻ വേണമെന്നൊന്നുമില്ല. ക്ലിയർ? ഇൻസ്ട്രുമെൻറ്റ് ചെക്കോ പ്രോമിസറിനോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒന്നും വേണമെന്നില്ല. പകരമോ ഒരു ചെക്കോ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ പ്രോമിസറി നോട്ടോ, ക്ലിയർ, പൊസസ് ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ റൈറ്റ് ഉള്ള, ക്ലിയർ, അത്തരത്തിലുള്ള അവകാശമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ എന്ത് പറയാം? ഹോൾഡർ എന്ന് പറയാം. ക്ലിയർ? ദാറ്റ് മീൻസ് ഒരു ചെക്ക് അയാളുടെ പേരിൽ എഴുതിയിട്ടുണ്ട്, അയാളുടെ കൈവശം ഇപ്പോൾ ഇല്ലെങ്കിലും അയാൾ ഹോൾഡർ ഓഫ് എ ചെക്ക് തന്നെയാണ്. ക്ലിയർ? ഒരു ചെക്ക് എഴുതി മിസ്റ്റർ എ ബിയുടെ പേർക്കാണ് എഴുതിയത്, അപ്പോൾ ബി എന്താ? ഹോൾഡറാണ് നോർമൽ. ഇപ്പോൾ ബിയുടെ കയ്യിൽ ചെക്ക് കൈവശം ഇല്ലെങ്കിൽ പോലും, അത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ പോലും, വേറെ ഒരാൾക്ക് അല്ലേ തൽക്കാലം എടുത്തു വയ്ക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എന്ത് പറയാം? ബി ക്യാൻ ബി കോൾഡ് ആസ് എ ഹോൾഡർ. എന്താ കാരണം? ബിക്കോസ് ഹീ ഈസ് എലിജിബിൾ ഫോർ പൊസസിങ് ദി ഇൻസ്ട്രുമെൻറ്റ്, ക്ലിയർ, in his own name. Okay. In order to be entitled to the possession of the instrument in his own name, a person must be named in the instrument. ഒരാളുടെ കൈവശം നിയമപ്രകാരം ഒരു ചെക്കിൻ്റെ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പൊസിഷൻ എപ്പോഴാണ് വരിക? അയാളുടെ പേര് അതിലുണ്ടെങ്കിൽ, അല്ലേ, പേയി ആയിട്ട് കാണും അല്ലെങ്കിൽ പൈസ കൊടുക്കാനുള്ള വ്യക്തിയായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എന്ത് പറയാം? നമുക്ക് അതിനെ ഹോൾഡർ എന്ന് പറയാം. ക്ലിയർ? സോ ആസ് എ പേയി ഓർ എൻഡോസി or must be the bearer of the instrument. Clear? bearer document ആണെങ്കിൽ bearer, അല്ലേ, bearer ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ്, അതല്ലെങ്കിൽ പേയി ആയിട്ടോ എൻഡോസി ആയിട്ടോ പേര് കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് പറയാം? ഹോൾഡർ എന്ന് പറയാം. സോ ഹി ഷുഡ് ഹാവ് ദി ആക്ച്വൽ ഓർ കൺസ്ട്രക്റ്റീവ് പൊസിഷൻ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ലോഫുള്ളി. ക്ലിയർ? അദ്ദേഹത്തിന് എങ്ങനെയുള്ള പൊസിഷൻ വേണം? ആക്ച്വൽ ഓർ കൺസ്ട്രക്റ്റീവ് പൊസിഷൻ. ക്ലിയർ? നിയമപ്രകാരം, ക്ലിയർ, ആക്ച്വൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടോ അയാൾക്ക് പൊസിഷൻ എലിജിബിലിറ്റി ഉണ്ടാകണം. അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇഫ് എ തീഫ് കൻ നോട്ട് ബിക്കം എ ഹോൾഡർ ഈവൻ ദോ ഹി പൊസസ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഒരു തീഫ്, അല്ലേ, അയാൾ ചെക്ക് മോഷ്ടിച്ചു എന്ന് വിചാരിക്കാം, അല്ലെ, അയാളുടെ കൈവശം ചെക്ക് കൈവശം ഉണ്ടാവും, പക്ഷെ അയാൾ ഹോൾഡർ ആണോ? അല്ല. എന്താ കാരണം? ഹി ഈസ് നോട്ട് എൻടൈറ്റിൽഡ് ടു പൊസസ് ബിക്കോസ് ഹി ഹാസ് സ്റ്റോളൻ ദി ചെക്ക്. ക്ലിയർ? അപ്പോൾ അവിടെ കൺസ്ട്രക്റ്റീവ് പൊസിഷൻ അയാൾക്ക് ഇല്ല. ക്ലിയർ? ആക്ച്വലി ഉണ്ടാവാൻ പൊസിഷൻ, പക്ഷേ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ അയാളല്ല പൊസസർ. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഹോൾഡർ എന്ന് പറയാൻ പറ്റില്ല. അതല്ലാത്ത കേസിലെ ഹോൾഡറായിട്ട് നമുക്ക് പറയാം. സോ മിയർ ഫിസിക്കൽ പൊസിഷൻ ഈസ് നോട്ട് സഫീഷ്യൻറ്റ്. ക്ലിയർ? അതുകൊണ്ടാണ് പറയുന്നത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് വെറുതെ കൈവശം വെച്ചു എന്നുകൊണ്ട് മാത്രമേ അയാൾ ഹോൾഡർ ആവില്ല. പിന്നെ എന്ത് ചെയ്യണം? ഹി മസ്റ്റ് ബി എൻടൈറ്റിൽഡ് ടു റിസീവ് ആൻഡ് റിക്കവർ ദി എമൗണ്ട് ഓഫ് മണി ഫ്രം ദാറ്റ്. ക്ലിയർ? അതിൽ നിന്നുള്ള പൈസ ലഭിക്കുന്നതിന് എൻടൈറ്റിൽമെൻറ്റ് ഉണ്ടാകുമ്പോഴേ അയാളെ ഹോൾഡർ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് സെക്ഷൻ 9 ഇതിനെക്കുറിച്ച് പറയുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ സെക്ഷൻ 9 ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിനെ കുറിച്ച് പറയുന്നു. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വയ്ക്കുക കേട്ടോ. സോ what is holder in due course? Any person who for a consideration
become a possessor of the instrument before the amount mentioned in it become payable. Okay. And without having sufficient cause to believe that any defect existed in the title of the person from whom he derives this title. ക്ലിയർ. അപ്പോൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ക്ലിയർ ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് ഒരു കൺസിഡറേഷന് വേണ്ടി ക്ലിയർ കൈവശം ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കെന്ത് പറയാം, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയും. അപ്പം നിയമപ്രകാരം അവർക്ക് ലഭിക്കുന്നതാണ്. ക്ലിയർ. സോ എനി പേഴ്സൺ ഫോർ എ കൺസിഡറേഷൻ ബിക്കം ദ പൊസസർ. എന്താ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡ് നടത്തി അല്ലെങ്കിൽ ഒരു പൈസ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ കിട്ടാനുണ്ട്, അതിൻ്റെ ഫലമായിട്ട് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് കിട്ടി. ക്ലിയർ. അപ്പോൾ ചെക്കാണ് കിട്ടിയത്. അപ്പോൾ എ ബിക്ക് പൈസ കൊടുക്കാനുണ്ട്, ബിക്ക് അപ്പോൾ എന്ത് ചെയ്യണം, എ നിന്ന് പൈസ കിട്ടാനുണ്ട്. എ എന്ത് ചെയ്തു, പൈസ കൊടുക്കുന്നവരും ചെക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക അല്ലേ. അവിടെ കൺസിഡറേഷൻ ക്ലിയർ ഇത് ഫലമായിട്ടാണ് ഇത് കിട്ടുന്നത്. അതുപോലെ തന്നെ ബിക്ക് കിട്ടിയ ചെക്ക് ബി സിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ക്ലിയർ. അപ്പോൾ സിക്ക് ബിയിൽ നിന്നും കുറച്ച് പൈസ കിട്ടാനുണ്ട്, അതിന് പകരമായിട്ടാണ് ചെക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ എന്തായിട്ട് മാറും, സോ സി ബിക്കം എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എമൗണ്ട് പേയ്മെൻറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നിയമപ്രകാരം ഒരു കൺസിഡറേഷന് ക്ലിയർ ആ ചെക്ക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് കൈവശം വരികയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ അയാൾ എന്ന് പറയാം ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയാം. വിത്തൗട്ട് എനി സഫിഷ്യൻ. അപ്പോൾ വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ക്ലിയർ പൊസിഷൻ കിട്ടുന്ന സമയത്ത് അയാൾക്ക് അറിവുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതെങ്ങനെയുള്ളതായിരിക്കണം, സോ സഫിഷ്യൻറ്റ് കോസ് ടു ബിലീവ് ദാറ്റ് ദർ ഈസ് എനി ഡിഫക്റ്റ് എക്സിസ്റ്റഡ്. ഈ കിട്ടുന്ന ടൈറ്റിലിന് മുകളിൽ ക്ലിയർ ഈ ട്രാൻസ്ഫർ ചെയ്ത് തരുന്ന വ്യക്തിക്ക് അല്ലേ അതിൻ്റെ ഓണർഷിപ്പിന് മേലിൽ യാതൊരു ഡിഫക്റ്റും ഇല്ല. അത് മറ്റാരുടെയെങ്കിലും ഒരു സാധനം ഇയാൾ വെറുതെ തരുന്നതല്ല, അയാളുടെ തന്നെ എൻടൈറ്റിൽമെൻ്റ് ഉള്ള ഒരു കാര്യമാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നത് എന്നുള്ള ഉത്തമ വിശ്വാസമാണ്, ഗുഡ് ഫെയ്ത്ത് വേണം. ക്ലിയർ. അപ്പോൾ അത് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഇതെന്തായിട്ട് മാറും, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് അല്ലാതെ നമുക്ക് പറയേണ്ടി വരും. ക്ലിയർ. അപ്പോൾ at the time of transfer clear അയാൾക്ക് എന്താ he is having the sufficient cause to believe that there is any defect existed in the title of the negotiable instrument, so get transferred. So from the above definition clear ഒരു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് നമുക്ക് അറിയാൻ വേണ്ടി താഴെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ നോക്കാം. He must obtain the possession of the instrument as a payee or endorsee in the case of an order instrument and bearer in the case of a bearer instrument. ഒരു ഓർഡർ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ഒന്നുകിൽ എൻഡോസി അതല്ലെങ്കിൽ പേയി ആയിരിക്കണം. ക്ലിയർ. അതുപോലെ തന്നെ ഒരു ബിയറർ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അത് ബിയറർ ആയിരിക്കണം, അതിൻ്റെ കൈവശക്കാരനായിരിക്കണം. ക്ലിയർ. ദെൻ ദി ഇൻസ്ട്രുമെൻറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഒപ്റ്റെയിൻ ഫോർ എ വാല്യൂ കൺസിഡറേഷൻ. ഇയാൾക്ക് ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് കിട്ടിയിരിക്കുന്നത് എന്തോ ഒരു വാല്യുബിൾ കൺസിഡറേഷൻ്റെ ഫലമായിട്ടായിരിക്കണം. ക്ലിയർ. സാധനം ക്രെഡിറ്റിന് വിറ്റു, അതിൻ്റെ ഫലമായിട്ട് ചെക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് പൈസ കിട്ടാണ്ട് ആ പൈസയ്ക്ക് പകരമായിട്ട് ചെക്ക് കിട്ടി. ഇങ്ങനെ ഒരു വാല്യൂ റിസീവ്ഡിൻ്റെ ഫലമായിട്ടായിരിക്കണം ഇത് കിട്ടേണ്ടത്. ക്ലിയർ. ഓക്കെ. സോ എ പേഴ്സൺ ഹു റിസീവ്സ് എ ചെക്സ് ആസ് എ ഗിഫ്റ്റ് കൻ നോട്ട് ബി കോൾഡ് ആസ് എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. അതുകൊണ്ട് ഗിഫ്റ്റായിട്ട് കിട്ടുന്ന ചെക്ക് കിട്ടുന്ന ഒരു വ്യക്തി നമുക്ക് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഹോൾഡർ ആയിരിക്കാം അയാൾ. ക്ലിയർ. ഹി മേ ബി എ ഹോൾഡർ ബട്ട് ഹി കൻ നോട്ട് ബി എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. കാരണം എന്താ, അവിടെ കൺസിഡറേഷൻ ഒന്നും കൊടുക്കുന്നില്ല. ക്ലിയർ. കൺസിഡറേഷന് ഫലമായിട്ടല്ല കിട്ടിയത്, ഫ്രീ ആയിട്ട് കിട്ടിയതായതുകൊണ്ട്. ഓക്കെ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ദ ഇൻസ്ട്രുമെൻറ്റ് മസ്റ്റ് ബി ഒപ്റ്റൈൻ ബിഫോർ മെച്യൂരിറ്റി. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മെച്യൂരിറ്റി പീരീഡിന് മുമ്പായിട്ട് ഇൻസ്ട്രുമെൻറ്റ് കിട്ടിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് കിട്ടുകയാണെങ്കിലോ ഇൻസ്ട്രുമെൻ്റ് തന്നെ ഇൻവാലിഡ് ആയിട്ട് മാറി. ക്ലിയർ. അപ്പോൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. സോ ഹി ഷുഡ് ഹാവ് ഒപ്റ്റൈൻ ദ ഇൻസ്ട്രുമെൻറ്റ് ബിഫോർ ഇറ്റ്സ് ഡ്യൂ ഡേറ്റ്. ക്ലിയർ. ബട്ട് it is not applicable in the case, but this is not applicable to checks which are always payable on demand. Clear. സാധാരണ ചെക്കിൻ്റെ കേസിൽ അത് ഡിമാൻഡിൽ തന്നെയാണ് കൊടുക്കുക. ക്ലിയർ. ആവശ്യപ്പെടുന്ന സമയത്ത് കൊടുക്കുക. ബട്ട് ദർ ഇസ് എ പീരീഡ്. ക്ലിയർ. ദാറ്റ് ഈസ് 3 months ഓഫ് ക്ലിയർ 3 മാസം വരെയുള്ള സമയമുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇതിന് വാലിഡിറ്റി ഉള്ളൂ. then he must obtain the instrument in good faith. അതുപോലെ തന്നെ ഒരു ഹോൾഡർ അല്ലേ, ഇങ്ങനെ കിട്ടുന്ന ഒരു വ്യക്തി
ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന വ്യക്തി അത് അക്വയർ ചെയ്യുന്നത് ക്ലിയർ ഇൻ ഗുഡ് ഫെയ്ത്ത് ആയിരിക്കണം. അതിൽ ഡിഫക്റ്റ് ഒന്നും ഇല്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തിലായിരിക്കണം. ക്ലിയർ. ട്രാൻസ്ഫറർക്ക് ഇയാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ഓണർഷിപ്പിൻ്റെ മുകളിൽ ക്ലിയർ പ്രോബ്ലം ഒന്നുമില്ല, ഡിഫക്റ്റ് ഒന്നും ഇല്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തിലായിരിക്കണം ഇങ്ങനെ അക്വയർ ചെയ്യേണ്ടത്. ഓക്കെ. സോ without any sufficient cause to believe that any defect is existed at the time of the transfer. Clear? Then the title of the person becomes defective if he acquires the instrument by unfair method. Unfair മെത്തേഡിലൂടെയാണ് അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ അതെന്തായിട്ട് മാറും? ഡിഫക്റ്റീവ് ആണ്. അപ്പം അങ്ങനെ അത് അറിഞ്ഞുകൊണ്ട് വേറൊരു വ്യക്തി കൺസിഡറേഷനൊക്കെ കൊടുത്തിട്ട് ആ ചെക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അയാളെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. അത് മോഷ്ടിച്ച ചെക്കാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അയാൾക്ക് അറിയുമെങ്കിൽ ക്ലിയർ അവിടെ എന്ത് ചെയ്യുന്നു? ഗുഡ് ഫെയ്ത്ത് ഇല്ല, അതുകൊണ്ട് തന്നെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. ഫ്രോഡോ അല്ലെങ്കിൽ കൊയേഷനോ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരാളുടെ കൈവശം ചെക്ക് കിട്ടുകയാണെങ്കിൽ പോലും അയാളെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. So holder in due course must take special care to ensure that the title of the transferor is not defective. അതുകൊണ്ട് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ക്ലിയർ ചെക്ക് എൻഡോസ് ചെയ്ത് കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ കേസിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തി ക്ലിയർ അയാൾക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുകളിൽ ഡിഫക്റ്റ് ഒന്നും ഇല്ല, ക്ലിയർ അയാൾ തന്നെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം വാങ്ങിക്കാൻ. ഓക്കെ. എന്തെങ്കിലും തരത്തിലുള്ള നെഗ്ലിജൻസ് ഇത്തരത്തിലുള്ള വ്യക്തി കിട്ടുന്ന വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇൻവാലിഡ് ആയിട്ട് മാറും. ക്ലിയർ. അപ്പോൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. സോ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഹോൾഡർ ആൻഡ് എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്ലിയർ. ജസ്റ്റ് നോക്കി പോകാം. സോ എ ഹോൾഡർ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് നീഡ് നോട്ട് നെസസറിലി ബി എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ക്ലിയർ. ഒരു വ്യക്തി ഹോൾഡർ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് അയാൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവണമെന്നില്ല, അല്ലേ? അപ്പോൾ എയും ബിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടത്തി എ ബിക്ക് ഒരു പ്രോമിസറി നോട്ട് എഴുതി കൊടുത്തു. ക്ലിയർ. അപ്പോൾ അതോടുകൂടി അയാൾ എന്തായിട്ട് മാറി? ഹോൾഡറായിട്ട് മാറി. ക്ലിയർ. അയാൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവണമെന്നില്ല. ബട്ട് എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്തായിരിക്കും? വിൽ ബി എ ഹോൾഡർ, അല്ലേ? ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത് അയാളുടെ പേര് ഉൾപ്പെടുന്നതുകൊണ്ടാണ്. അയാൾക്ക് അതിൻ്റെ വാല്യൂ റിസീവ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ക്ലിയർ. മാത്രമല്ല ലോഫുൾ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഫലമായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയത്. അങ്ങനെ വരുന്ന സമയത്ത് എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് വിൽ ബി ഓൾവേസ് എ ഹോൾഡർ ഇറ്റ്സെൽഫ്. ക്ലിയർ. അയാളൊരു ഹോൾഡർ കൂടെ ആയിരിക്കും. അപ്പോൾ ഇന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു ഹോൾഡർക്ക് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എപ്പോഴും ആവണമെന്നില്ല. പക്ഷേ ഒരു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എപ്പോഴും ആരായിരിക്കും? ഒരു ഹോൾഡർ ആയിരിക്കും. ഓക്കെ. നമ്പർ 2, എ ഹോൾഡർ മൈറ്റ് ഹാവ് ഒബ്റ്റെയിൻ ദ ഇൻസ്ട്രുമെൻറ്റ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ, അല്ലേ? ഒരു ഹോൾഡർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ചിലപ്പോൾ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കാം. അതിന് കൺസിഡറേഷൻ ഒന്നും കൊടുത്തിട്ടുണ്ടാവുന്നില്ല. അപ്പോൾ കൺസിഡറേഷൻ ഇല്ലാതെയും ഒരാൾക്ക് ഹോൾഡറായിട്ട് മാറാം. ബട്ട് എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് മസ്റ്റ് ഒബ്റ്റെയിൻ ദ ഇൻസ്ട്രുമെൻറ്റ് ബൈ വാല്യുബിൾ കൺസിഡറേഷൻ. ക്ലിയർ. അപ്പോൾ അതാണ് വേറൊരു ഡിഫറൻസ്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എപ്പോഴും കൺസിഡറേഷൻ കൊടുത്തിട്ട് ഇൻസ്ട്രുമെൻറ്റ് കിട്ടുമ്പോഴേ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവുള്ളൂ. Number 3, a holder might have acquired the instrument before maturity or after its maturity, but a holder in due course must have obtained the instrument before its maturity. Clear. ഒരു ഹോൾഡർ എന്ന് പറയണമെങ്കിൽ ബിഫോർ മെച്യൂരിറ്റി അല്ലെങ്കിൽ ആഫ്റ്റർ മെച്യൂരിറ്റി ഒക്കെ ആണെങ്കിലും, അല്ലേ, ഒരു ഇൻസ്ട്രുമെൻ്റ് അയാളുടെ പേരിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, അയാൾക്ക് അതിൽ എമൗണ്ടിന് എലിജിബിലിറ്റി ഉണ്ടായിരുന്നു എങ്കിൽ അയാളെ ഹോൾഡർ എന്ന് പറയാം. ക്ലിയർ. പക്ഷേ ഒരു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ മെച്യൂരിറ്റി പീരീഡിന് മുമ്പായിട്ട് തന്നെ ഇത് അക്വയർ ചെയ്തിരിക്കണം. അപ്പം മാത്രമേ ഒരാളെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. അയാൾക്ക് അതിന് പേയ്മെൻറ്റ് കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ എ ഹോൾഡർ മേ ടേക്ക് ദ ഇൻസ്ട്രുമെൻറ്റ് with or without the notice of any defects. ക്ലിയർ. ഇപ്പോൾ ഒരു ഹോൾഡർക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഈ ടൈറ്റിൽ കിട്ടുന്ന ആൾ തരുന്ന ആളുടെ, അല്ലേ, ആൾക്ക് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുകളിൽ ക്ലിയർ അതിൻ്റെ ടൈറ്റിലിൽ ഓക്കെ ഡിഫക്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടോ അറിയാതെയോ ആണെങ്കിൽ പോലും കിട്ടുകയാണെങ്കിൽ പോലും അയാളെ ഹോൾഡർ എന്ന് പറയാം. സോ എ ഹോൾഡർ മേ ടേക്ക് എൻ ഇൻസ്ട്രുമെൻറ്റ് വിത്ത് ഓർ വിത്തൗട്ട് ദ നോട്ടീസ് ഓഫ് എനി ഡിഫക്ട്സ്. ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്, അല്ലേ, അത് നോക്കിയിട്ടോ അല്ലെങ്കിൽ നോക്കാതെയോ അയാൾക്ക് ഹോൾഡറായിട്ട് തന്നെ മാറാൻ പറ്റും. ഓക്കെ. However, a holder in due course must have taken the instrument without any notice of defects. ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിൽ അതിൻ്റെ ഓണർഷിപ്പിൻ്റെ മുകളിൽ ക്ലിയർ ഡിഫക്റ്റ് ഉണ്ട് എന്ന് തോന്നിയിട്ട് ഒരാൾ അതിന് കൺസിഡറേഷൻ കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ പോലും അയാളെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല.
ക്ലിയർ. അപ്പോൾ അവിടെ എന്ത് ചെയ്തിരിക്കണം, ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുകളിൽ, ടൈറ്റിലിൻ്റെ മുകളിൽ അല്ലേ, എന്തില്ല, ഡിഫക്റ്റ് ഒന്നും ഇല്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ വേണം അക്വയർ ചെയ്യാൻ. അപ്പോഴേ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവുള്ളൂ. പക്ഷെ ഹോൾഡർക്ക് ഇങ്ങനെ വേണമെന്നില്ല. എ ഹോൾഡർ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് വിൽ നോട്ട് ഗെറ്റ് എ ബെറ്റർ ടൈറ്റിൽ ദാൻ ദാറ്റ് ഓഫ് ദി ട്രാൻസ്ഫർ. ക്ലിയർ. ഒരു ഹോൾഡർക്ക് എപ്പോഴും എന്താവണമെന്നില്ല, ട്രാൻസ്ഫറേക്കാൾ നല്ലൊരു ടൈറ്റിൽ കിട്ടണമെന്നില്ല. ക്ലിയർ. ബിക്കോസ് ഹീ ഈസ് ജസ്റ്റ് ക്ലിയർ പൊസസിങ് ദ ഇൻസ്ട്രുമെൻറ്റ്. ക്ലിയർ. അതുപോലെ തന്നെ അയാൾക്ക് അതിൻ്റെ മുകളിൽ പൈസ കിട്ടാൻ എലിജിബിലിറ്റി ഉള്ളത് മാത്രമേ ഉള്ളൂ. ക്ലിയർ. ഒരു ബെറ്റർ ടൈറ്റിൽ കിട്ടണമെന്നില്ല. ബട്ട് എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് വിൽ ഗെറ്റ് എ ബെറ്റർ ടൈറ്റിൽ ദാൻ ദാറ്റ് ഓഫ് ദ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർക്ക് എന്ത് റൈറ്റാണ് ഉള്ളത് അതേ റൈറ്റ് തന്നെ ലീഗലായിട്ട് ആർക്ക് കിട്ടുന്നു, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് കിട്ടുന്നു. കാരണം എന്താ, അത് ബിഫോർ മെച്യൂരിറ്റിയിൽ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് അല്ലേ ലീഗലി കിട്ടിയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ട്രാൻസ്ഫർക്ക് എന്താണോ റൈറ്റ് ഉള്ളത് ആ റൈറ്റ് തന്നെ അയാൾക്കും കിട്ടും. സോ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് which passes through the hands of holder in due course takes it all bad aspects, but this is not applicable or happen in the case of if it is passes through the hands of a holder. Clear. ഇവിടെ പറയുന്ന വേറൊരു പോയിന്റാണ്, എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് വിച്ച് പാസസ് ത്രൂ ദി ഹാൻഡ്സ് ഓഫ് എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ടേക്സ് ഇറ്റ് ഓൾ ബാഡ് ആസ്പെക്ട്സ്. ക്ലിയർ. കുറേ കൈമാറ്റം ചെയ്ത് വരുന്നത് അനുസരിച്ചിട്ട്. ക്ലിയർ. കാരണം ഓരോ കൈമാറ്റം വരുന്ന സമയത്തും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ കേസിൽ എന്താ, അവർ ഉത്തമ വിശ്വാസത്തിൽ ഈ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിക്ക് ആ ഇൻസ്ട്രുമെൻറ്റിന് മുകളിൽ അധികാരമുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട് എന്നുള്ളത് ഉത്തമമായി വിശ്വസിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡറേഷൻ ഫലമായിട്ട് ചെക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ചെക്ക് വാങ്ങിക്കുന്നതും അല്ലെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഒക്കെ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, എന്ത് വരുന്നു, സോ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സസിൻ്റെ കേസിൽ ക്ലിയർ. So negotiable in which passes through the hands of the holder in due course takes all its bad aspects. Clear. സബ്സിക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് എല്ലാ ബാഡ് ആസ്പെക്ട്സും, അഥവാ അതിൻ്റെ ടൈറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ക്ലിയർ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അതായത് അതിന് നള്ളിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റും. കാരണം എന്താ, സബ്സിക്വൻ്റ്ലി അക്വയർ ചെയ്തുള്ള ആൾക്കാരൊക്കെ അത് വാലിഡ് ആയിട്ടാണ്, ഗുഡ് ഫെയ്ത്തിലാണ് അക്വയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കേസിൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എന്താണ്, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ. അപ്പോൾ അതിൻ്റെ ബാഡ് ആസ്പെക്ട്സ്, ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാഡ് ആസ്പെക്ട്സ് ഇല്ലാതാക്കി മാറ്റുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ. ബട്ട് ഒരു ഹോൾഡറിൻ്റെ കേസിലാണെങ്കിലോ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പൻ ഇൻ ദ കേസ് ഓഫ് എ ഹോൾഡർ. ക്ലിയർ. ആസ് ഇറ്റ് ഈസ് പാസസ് ത്രൂ ദ ഹാൻഡ്സ് ഓഫ് ഹോൾഡർ. ഹോൾഡറുടെ കൈവശത്തിൽ കുറേ ഹോൾഡറുടെ കൈവശം പാസ് ചെയ്താലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ക്ലിയർ അതിനെ നള്ളിഫൈ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ. അത് ഡിഫക്റ്റ് ആയിട്ട് തന്നെ കിടക്കും. ക്ലിയർ. ഇത്രയും ഒരു വ്യത്യാസങ്ങളാണ് ഹോൾഡറും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിലും വരുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലിയർ ഓർ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹോൾഡർ ആൻഡ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. അപ്പോൾ പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക കേട്ടോ.